ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങൾ ജംഗിൾ സഫാരിയൊക്കെ കഴിഞ്ഞ് നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ട് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നമുക്ക് ബസ്സിലോ ഓട്ടോയിലോ എങ്ങനെ വേണമെങ്കിൽ പോകാം. മാത്രമല്ല നടന്നും നമുക്ക് പോകാം കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ഫുട്പാത്താണ്. അത് നല്ല കവർ ചെയ്തൊക്കെ വെച്ചതുകൊണ്ട് തന്നെ വെയിലും മഴയും ഒന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടുന്ന് ആകെ 4 കിലോമീറ്ററേ ഉള്ളൂ അവിടേക്ക് ആയിട്ട്. ഞങ്ങൾ പോകുന്ന സമയത്താണ് അത് കണ്ടത്. പിന്നെ കുറച്ച് ടയേർഡൊക്കെ ആയതുകൊണ്ട് നടക്കാൻ മെനക്കെട്ടില്ല. നമ്മൾ ഓട്ടോ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഈ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റാച്യു കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ സ്റ്റാച്യുവിൻ്റെ എൻട്രി പോയിന്റിൽ എത്തി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഓൺലൈനായിട്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ടുള്ള ആ ഒരു റഷ് ഒഴിവാക്കാൻ പറ്റി. നമ്മൾ ഗാലറി വ്യൂ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതാവും നന്നാവുക. കാരണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. ഡെയിലി എത്രയോ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർക്ക് അവിടേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എൻട്രി ടിക്കറ്റ് നമുക്ക് 150 രൂപയ്ക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ ആയിട്ട് നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഇവിടേക്ക് കയറുമ്പോൾ വലിയ ലഗേജ് വലിയ ബാഗുകൾ അങ്ങനത്തെ ബാഗൊന്നും അലൗ ചെയ്യൂലേ. മാത്രമല്ല പ്ലാസ്റ്റിക്, ഭക്ഷണ സാധനങ്ങൾ ഇതൊന്നും അകത്തേക്ക് കടത്തിവിടില്ല. ചെറിയ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ മാത്രമേ അങ്ങോട്ട് അലൗ ചെയ്യുള്ളൂ. അതെല്ലാം നമ്മൾ നന്നായിട്ട് ചെക്കൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അവരകത്തേക്ക് കയറ്റി വിടുള്ളൂ കേട്ടോ. ഇവിടെ ഈ ഗാർഡനും ഈ നടക്കുന്ന ഏരിയയൊക്കെ നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാതിരിക്കാൻ വയ്യ, പബ്ലിക് ബാത്റൂം ആയാലും ശരി, ടോയ്ലറ്റ് ആയാലും ശരി, അതൊക്കെ നല്ല വൃത്തിയിലുണ്ട്. പിന്നെ എമർജൻസി സർവീസിനായിട്ട് ആംബുലൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് തന്നെ കാണാം. പിന്നെ കുറച്ച് ഡിസേബിൾ ആയ ആൾക്കാർക്കാണെങ്കിൽ വീൽ ചെയർ സർവീസും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ബേസ്മെൻറ്റ് പോർഷനിലെത്തി. ഇവിടെ എത്തി നോക്കുമ്പോഴാണ് കേട്ടോ ഈ പ്രതിമയുടെ വലുപ്പം ശരിക്കും നമ്മൾ ഞെട്ടിച്ച് കളയും. ഞങ്ങൾ നേരെ അതിൻ്റെ അടുത്തേക്കല്ല പോയത്, ഗാലറി വ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ ലിഫ്റ്റിലാണ് നമ്മൾ പോകുന്നത്. ഏതാണ്ട് 500 അടി ഹൈറ്റിൽ പ്രതിമയുടെ അകത്ത് നിന്നിട്ട് നമുക്ക് ആ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കാണാം. ഞങ്ങൾ എക്സ്പ്രസ് ടിക്കറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ടായിരുന്നേ.
ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് തന്നെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഹൈറ്റും പിന്നെ അതിന് തൊട്ട് താഴെ വരുന്ന സ്റ്റാച്യൂയുടെ ഹൈറ്റും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി നോക്കുമ്പോൾ അതാ പുറത്തേക്കുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയായിരുന്നു എന്ന്, അതുകൊണ്ട് തന്നെ ഡാമൊക്കെ തുറന്നിട്ടിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. എല്ലാം നല്ല സേഫായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിൽക്കുന്നതിന് ഒരുപാട് ഡിസ്റ്റൻസിലാട്ടോ ഈ ഒരു ജാലിയൊക്കെ വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗ്ലാസിൻ്റെ ഒരു പോർഷൻ വേറെയും കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 500 അടി ഹൈറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റാച്യൂവിൻ്റെ ഏതാണ്ട് 3/4 ഭാഗത്തോളം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്റ്റാച്യു വരുന്നത് 182 മീറ്ററാണ്. ഈ ഗാലറി വ്യൂയുടെ ഹൈറ്റ് വരുന്നത് 153 മീറ്ററാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ലിഫ്റ്റിൽ തന്നെ പോയി കേട്ടോ. അങ്ങനെ ഓരോ എക്സ്കലേറ്ററും കയറി വരുന്ന സമയത്ത് എനിക്ക് ഈ സ്റ്റാച്യുവിന് ഹൈറ്റ് കൂടുന്ന പോലെ തോന്നുക കേട്ടോ. നമ്മൾ ചെറുതിലൊക്കെ പറയില്ലേ, നമ്മൾ നടക്കുമ്പോൾ നമ്മളെ കൂടെ അമ്പിളിമാമനും നടക്കുന്നു, അതേപോലെ ഓരോ എക്സ്കലേറ്റർ കയറി അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് കൂടി വരുന്ന പോലെ തോന്നുക. അത്രയും എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കാണുമ്പോഴുള്ള ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഫീല് വേറെ തന്നെയാണേ. അങ്ങനെ അതിൻ്റെ മുകളിലെത്തിയ സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് ആളുടെ കാൽപ്പാദം മാത്രമാണ്. പിന്നെ ഒരു അരഭാഗം വരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബാക്കിയൊന്നും എനിക്ക് നോക്കിയിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അത്രയും എന്താ പറയുക, അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ മനുഷ്യന്മാരൊക്കെ എന്തോരം കുഞ്ഞ ആൾക്കാരാണ്. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം സഫലമാക്കി. കാലെത്തി പിടിക്കാൻ നോക്കിയതാണ്, പക്ഷെ കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ ഏതാണ്ട് ആ കാലിൻ്റെ അടുത്ത് വരെ ഏന്തി വലിഞ്ഞ് തൊട്ട് ആ ആഗ്രഹം സഫലീകരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യുവിനെ തൊട്ടു കേട്ടോ. അതിൻ്റെ വിരലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, എന്ത് പെർഫെക്ഷനോട് കൂടിയാണല്ലേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരം സ്റ്റാച്യു ഒക്കെ ചുറ്റിക്കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പതുക്കെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ, നേരെ വല്ല ഫുഡ് അടിക്കാം, പുറത്ത് കിടന്നിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നുള്ള ചിന്തയിൽ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി.
ഇത് ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ചെയറുകളാണ്. ഷോ ഇല്ലാത്ത സമയത്ത് നമുക്ക് അവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷോ തുടങ്ങാറാകുമ്പോൾ ടിക്കറ്റ് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ആ ടിക്കറ്റ് ഉണ്ടെങ്കിലേ അവരവിടെ ഇരുത്തുള്ളൂ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് നടന്നു കേട്ടോ. ഞങ്ങൾ വരുന്ന സമയത്ത് ഓട്ടോയിലുള്ള ആ ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു 7 o'clock ആകുമ്പോൾ നർമ്മദ ആരതി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി അത് കാണാനായിട്ട് പോവാണ്. അങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിനോടൊക്കെ ബായ് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ നീങ്ങായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.